ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം പറയുന്നത് നീ വിശ്വസിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും. നീ വിശ്വസിച്ചാൽ അത്ഭുതം സംഭവിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അത്ഭുതം സംഭവിച്ചതിന് ശേഷം വിശ്വസിക്കാം എന്നാണ്. കണ്ടു വിശ്വസിക്കുന്നതല്ല വിശ്വാസം, കാണാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. നമ്മൾ പ്രാർത്ഥിച്ച ഒരു കാര്യം എപ്പോൾ നടക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ യേശു അത് നടത്തിത്തരും എന്ന ഉറപ്പാണ് വിശ്വാസം. വചനം നമ്മുടെ ഹൃദയത്തിൽ കയറിയാൽ മാത്രമേ വിശ്വാസം ഉണ്ടാകൂ. വിശ്വാസം വർദ്ധിച്ചാൽ അത്ഭുതം സംഭവിക്കും. ഈശോ നമ്മെ നോക്കി എപ്പോഴും ചോദിക്കുന്ന ചോദ്യം നിന്റെ വിശ്വാസം എവിടെ എന്നാണ്. വഞ്ചി ആടിയുലഞ്ഞപ്പോൾ ഭയപ്പെട്ട വ്യക്തികളോട് നീ എന്തിനാണ് ഭയപ്പെടുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെയില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു. സ്നേഹമുള്ളവരെ, യേശു കൂടെയുള്ളത് ഫീൽ ചെയ്യാത്തവരല്ലേ ആത്മഹത്യ ചെയ്യുന്നതും തകർന്നു പോകുന്നതും ചില തെറ്റായ മതാചാരങ്ങളിലേക്ക് കടന്നു പോകുന്നതും? നമ്മുടെ സ്നേഹം, വിശ്വാസം സത്യമാണെന്ന് ഈശോ മനസ്സിലാക്കിയാൽ ഒരിക്കലും കർത്താവ് നമ്മെ വിട്ട് പിരിയില്ല. നിഴൽ പോലെ കൂടെയുണ്ടാകും. ഏത് പ്രതിസന്ധിയിലും കർത്താവ് കൂടെ നിൽക്കും. സ്നേഹമുള്ളവരെ, നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കി വയ്ക്കണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലാണോ പുറത്താണോ? ഉള്ളിലാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട. പക്ഷേ പുറത്താണെങ്കിൽ നിങ്ങൾ പേടിക്കണം. കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ എന്തു പ്രശ്നങ്ങളും എന്നെ കടന്നു വേണം നിന്റെ അടുത്ത് വരാൻ. ഞാൻ എപ്പോഴും നിനക്ക് കാവലുണ്ട്. എൻ്റെ അനുവാദമില്ലാതെ ഒന്നും നിന്നെ തൊടാൻ സാധിക്കില്ല. നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിനക്ക് മുമ്പേ ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ആ വേദനയുടെ, ദുഃഖത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവും. നമുക്കൊരു കടബാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ധൈര്യപൂർവ്വം ഈശോയോട് പറയണം, എനിക്ക് എൻ്റെ കടം വീട്ടി തന്നേ പറ്റൂ. കാരണം ഞാൻ നിന്നെ മാത്രം വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കാരുമില്ല, എന്നെ നീ സഹായിക്കണം.